ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ പോവല്ലേ, നമുക്ക് കുറേ കാലത്തിന് ശേഷം പോയി വ്ളോഗ് എടുക്കാമെന്ന്. സോ ഞാനിതാ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ മെട്രോയിലാണ് കേട്ടോ പോകുന്നത്. നോർമലി ഞാൻ മെട്രോയ്ക്കല്ല പോണേ, ഞാൻ ഇവിടുന്ന് ബസ്സിലാണ് പോണത്. അവരുടെ സ്കൂളിൽ തന്നെ ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതിലാണ് പോണത്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെയാണ് ബസ്, 6 മണിക്കാണ്. എൻ്റെ ക്ലാസ് ആണെങ്കിൽ 8:25 അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ മെട്രോന് പോയിട്ട് നമുക്ക് മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് അവരുടെ ബസ്സിന് പോവാന്ന്. ഇവിടെ ഞാൻ നേരെ പോകുന്നത് എക്സ്പോ മെട്രോയിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് അവരുടെ ബസ് വന്ന് പിക്കപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സോ വേഗം പോട്ടെ. സമയം ഏകദേശം 7:10 ആവാനായിട്ടുണ്ട്. കുറച്ച് ലേറ്റാണ്. എത്ര വേഗം അറിയോ സമയം പോകണം. ഞാൻ 6:30 എണീറ്റിട്ടുണ്ട്. പക്ഷെ ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വഴിക്ക് പോയിട്ടോ. ടൈം വാസ് ജസ്റ്റ് ഫ്ലൈയിങ്. ഇവിടുന്നാണെങ്കിൽ ഇപ്പം 8 മിനിറ്റ് കൂടുമ്പോൾ മാത്രമാണ് കേട്ടോ എക്സ്പോയിലേക്ക് മെട്രോ ഉള്ളത്. ഈ മെട്രോ ആ ടൈമിൽ കിട്ടുമെന്നും കൂടി നോക്കണം. ഇന്നിപ്പം അങ്ങനെ വളരെ സ്പെഷ്യലായിട്ടൊന്നും നടക്കാനൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചും ഡ്രൈവിംഗ് സ്കൂളിലുള്ള നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ ഇതല്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് പോലെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വ്ളോഗ് പോലെ ആക്കാം എന്നുള്ളത്. സോ വെൽക്കം ബാക്ക് അഗൈൻ. നേരെ നമുക്ക് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എൻ്റെ മെട്രോ വല്ലതും മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും സ്കൂളിൻ്റെ ബസ്സും മിസ്സാവും കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ പേടിയോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഓടുന്നുണ്ടായിരുന്നത്. നേരത്തെ നടക്കുമ്പോൾ ചിലപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഓടുമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോഴും മെട്രോയിൽ പോകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എനിക്ക്, ഏത് സൈഡിലേക്കുള്ള മെട്രോ ആണ് കയറേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ബോർഡ് എപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഞാൻ മെട്രോയിലേക്ക് പോകാറുള്ളത്. ചില ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ബൈ ഹാർട്ടായിരിക്കും കേട്ടോ. ഏത് എക്സിറ്റ് ഇറങ്ങണം, ഏത് എക്സിറ്റ് ഇറങ്ങിയാലാണ് നമ്മൾ സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തുക, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും അവർക്ക് അറിയുന്നുണ്ടാവും. കാരണം അവർ സ്ഥിരമായിട്ട് മെട്രോ യൂസ് ചെയ്യുന്നവരായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ മെട്രോൻ്റെ ടൈം 3 മിനിറ്റ്സും കൂടി ഉണ്ട്. 3 മിനിറ്റ്സിലാണ് മെട്രോ എത്തുക. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ലേറ്റാണ്. ഇനി കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബസ് എന്തായാലും പോട്ടോ. അവിടുന്ന് ബസ് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ടാക്സി ഞാൻ വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടൈം തെറ്റിപ്പോവും. അതായത് ഞാൻ അവിടെ എത്തുന്ന ടൈം തെറ്റിപ്പോവും. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. വേറെ തന്നെ മെട്രോയിൽ സീറ്റൊക്കെ കിട്ടിയിട്ടൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെട്രോയിൽ തിരക്കില്ലാത്ത പോകാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിങ്ങനെ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ താഴത്തുള്ള ഒരുപാട് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. ഞാൻ പോകേണ്ടത് എക്സിറ്റ് 2 ആണ്. ഇന്നലെ തന്നെ ഞാൻ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ച് ഏത് എക്സിറ്റ് ഇറങ്ങണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ബസ് ഇതാ ജസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ ഓടി കയറായിരുന്നു കേട്ടോ. ബസ് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടോ. ഇവിടുന്ന് ഏകദേശം 22 മിനിറ്റ്സ് ആണുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ 22 മിനിറ്റ്സ് എങ്ങനെയാണ് ചിലവഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ബസ്സിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പാട്ടൊക്കെ കേട്ട് പോകുന്നതിൻ്റെ. അപ്പോൾ ഈ 22 മിനിറ്റ്സ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ക്ലാസ്സിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ച് ഞാൻ മെട്രോയിൽ തന്നെ എത്തിട്ടോ. അപ്പം ഡ്രൈവിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അധികം ഫോൺ യൂസ് ചെയ്യാനൊന്നും പാടില്ല. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ അങ്ങനെ ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളത്. അതായത് വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. യെസ്, ഇനി ഞാൻ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും അസസ്മെൻറ്റും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് 12-നാണ് കേട്ടോ ക്ലാസ്, തേഴ്സ്ഡേ. അങ്ങനെയാണ് നമുക്ക് ബുക്കിംഗ് കിട്ടാം. കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ട് നമുക്ക് ബുക്കിംഗ് കിട്ടാം. അത് ഹൈവേ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി RTA ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവാണ്. മെട്രോ ഇറങ്ങി കുറച്ച് മാത്രം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് നടക്കാനുള്ളൂ. പോയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ബൊട്ടീക്കിലേക്കുള്ള കുറച്ച് ഷൂട്ടും പരിപാടികളൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ എഡിറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഷൂട്ടായിരിക്കും. എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്തില്ല കറക്റ്റായിട്ട്. പിന്നെ എനിക്ക് കുറച്ച് നേരം വെയിലത്ത് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദനയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യും. എന്തായാലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അന്ന് പോയതും അതൊക്കെ ഭയങ്കര ധൃതി വെച്ചിട്ടായിരുന്നു. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ എല്ലാം. അവിടെ എത്തുന്നത് കറക്റ്റ് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഒരു 10 മിനിറ്റ്സ് മുന്നെയാണ് അവിടെ എത്തിയത്. ഇന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും എൻ്റെ ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ ബസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഓട്ടപ്പാച്ചിലായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്യണം.
പിന്നെ നമ്മൾ ആ ബസ് 11 o'clock ബസ് പോയി കഴിഞ്ഞാൽ 12:45 ഉള്ളൂ. അപ്പം അത്രയും നേരം, അതായത് ഏകദേശം 1.25 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്താലേ അടുത്ത ബസ് കിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ടൈമിംഗ് ഒക്കെ നോക്കി കാരണം നമ്മൾ ക്ലാസ് ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റായി പോട്ടോ. ഞാനാണെങ്കിൽ അവിടെ പോയിരുന്ന നമ്മൾ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആവും. അല്ലെങ്കിൽ ഇന്ന് അത്യാവശ്യം ടൈമൊക്കെ സേവ് ചെയ്തു. വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം അത്രയ്ക്കും വിശന്നിട്ടാണ് ഞാൻ വന്നത്. ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അമ്മേൻ്റെ അടുത്ത് ഫുഡൊക്കെ വാരി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും അവരും കുറച്ച് നേരം കളിച്ചു. എനിക്ക് ഫുഡ് വാരി തരുമ്പോൾ എന്തായാലും അവൾക്കും ഫുഡ് വേണം കേട്ടോ. അവൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കുന്നത്, പക്ഷെ എന്നാലും എനിക്ക് തരുന്നു. അവൾക്ക് ചെറിയ അസൂയുണ്ട്, അപ്പോൾ അവൾക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടൊരു മെസ്സാണ്. എല്ലാ സ്ഥലത്തും ഡ്രസ്സുകളായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്ന് എനിക്ക് അത്യാവശ്യം ടയേർഡായിട്ടുള്ള ദിവസമായിരുന്നു. ഇന്ന് ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന് ശേഷം നമ്മളെ യൂഷ്വൽ ഓഫീസിലേക്കുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ആ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നൊരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ക്യാമറയൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഷൂട്ടിംഗ് കഴിഞ്ഞത് ആ സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഷൂട്ടിങ്ങിന് മുന്നേ സെറ്റ് ചെയ്യാനും അതിനുശേഷം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുമാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പതുക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു കാനോണിൻ്റെ. സോ അതിലാണ് ഇപ്പം ഞാൻ എൻ്റെ ബൊട്ടീക്കിലേക്കുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പം സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളും ക്ലാരിറ്റീൻ്റെ പ്രശ്നം അങ്ങനെ കുറേ വരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബേസിക് മോഡലാണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ എനിക്ക് ഒരുപാട് അറിയില്ല, പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല, നല്ലതായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വ്ളോഗർ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ട്രൈപോഡും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. പിന്നെ ഞാൻ കുറച്ച് നേരം അയറുവിനെ കൂട്ടി താഴത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്ത് കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു ഞാനും അയറും കൂടി. നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവൾ അവിടെ കൊണ്ടുപോകാന്നുള്ളത്. ഇപ്പം അയറ് ഈ ഒരു സൈക്കിളും കൂടി ഓടിക്കാൻ വേണ്ടി പഠിച്ചു കേട്ടോ. ഇതിനെന്താ പേര് പറയാമെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ എല്ലാ കുട്ടികളുടെ അടുത്തും ഇത് ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് വെറുതെ ഈവനിങ് ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിറങ്ങുന്നു. ഇപ്പം സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് അത്യാവശ്യം ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അവിടെ ഡിസംബർ ആയല്ലോ, കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ഇപ്പം നടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം അത്യാവശ്യം തണുപ്പായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ സുഖമാണ്. പണ്ടൊക്കെ അതായത് നവംബർ വരെ ഭയങ്കര ചൂടായിരുന്നു, ഈവനിങ് വരെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇപ്പം ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അവളിപ്പം ഈ ഒരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളെ വരാന്തയിൽ തന്നെയാണ് അവൾ ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അവൾക്ക് ഈ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയാം കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ അവർക്ക് വലിയൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി വലിയൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഓടിക്കാൻ വേണ്ടിയിട്ടായിട്ടില്ല. കുറച്ചും കൂടി ഹൈറ്റ് വെക്കണം, അപ്പോൾ മാത്രമാണ് അതിൻ്റെ പെഡൽ കറക്റ്റായിട്ട് ചവിട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ആ സൈക്കിൾ സൈഡിൽ കിടക്കുകയാണ്, അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചതായിരുന്നു. ഇപ്പം ഈ ഒരു സൈക്കിളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തായാലും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ഇതാണ് അയറ് കളിക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.